ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചനബേൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേർഡ് പാർട്ടി റീഡിങ്ങുമായിട്ടാണ്. അതായത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ്, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാൻ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എയർ എനർജിയാണ് വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നു. സഫറിങ് അനുഭവിക്കുന്നത് അവസാനിപ്പിക്കുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇവർ കുറേ സമയം വെയിറ്റ് ചെയ്തു. ഇവരുടെ സമയമല്ല, ഇവർ തന്നെ വേസ്റ്റാക്കി കളഞ്ഞു. ഇനി ഇവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിപ്പിച്ചേ പറ്റത്തുള്ളൂ എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ആരായിക്കൊള്ളൊരു തേർഡ് പാർട്ടി, ഇവരുടെ ഫാമിലിയോ അല്ല എങ്കിൽ അതർ പേഴ്സണോ അല്ലെങ്കിൽ ഒരു വൈഫോ ഹസ്ബൻഡോ ആരുമായിക്കൊള്ളൊരു ഇവിടെ തേർഡ് പാർട്ടി, ഇവിടെ ഇവർ ആ ഒരു തേർഡ് പാർട്ടി ബന്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും ഒരു ആക്ഷൻ എടുത്ത് തിരികെ നിങ്ങളുടെ ലൈഫിൽ തന്നെ വരുന്നതാണ്. ഈ ഒരു ആഗ്രഹം ഇവർ നേരത്തെ എക്സ്പെക്റ്റ് ചെയ്തതാണ്. എനിക്ക് എന്തായാലും എൻ്റെ പേഴ്സണിന് വേണ്ടി ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള ആ ഒരു കാര്യം ഇവിടെ ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം നിങ്ങളുടെ കൂടെ ഇവർ ഉള്ളപ്പോൾ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. പക്ഷേ ഇവരുടെ കൂടെയുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അവർ ഇവരെ സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവർ വിഷമിക്കുന്നത്, ഇവർ സഫറിങ്ങിൽ ഇരിക്കുന്നതൊക്കെയാണ് അവർക്കിഷ്ടം. കാരണം അവർ ഒരിക്കലും നിങ്ങളെ തമ്മിൽ ഒന്നാക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും നിങ്ങളിൽ നിന്ന് പിരിച്ചിവരെ സ്വന്തമാക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് പല കാര്യവും മനസ്സിലായി. എനിക്ക് എൻ്റെ പേഴ്സൺ, എനിക്ക് എവിടെയാണോ സന്തോഷം കിട്ടുന്നത് ആ പേഴ്സൻ്റെ കൂടെ ജീവിക്കണം. ഈ സിറ്റുവേഷനിൽ എനിക്ക് സന്തോഷമല്ല ലഭിക്കുന്നത്, സഫറിങ് ആണ് ലഭിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചിട്ട് എൻ്റെ പേഴ്സൻ്റെ അടുത്ത് എനിക്ക് പോകണം എന്നുള്ള ആ ഒരു തീരുമാനമാണ് ഇവർ ഇപ്പോൾ എടുത്തേക്കുന്നത്. ഇവരുടെ കണ്ണിൻ്റെ മേൽ ഒരു തുണി വെച്ച് മറച്ചിരിക്കുകയായിരുന്നു. ഇവർക്ക് സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ലായിരുന്നു ഇത്രയും നാൾ. ഇപ്പോൾ ഇവർക്ക് മനസ്സിലായി എന്താണ് സത്യം, എന്താണ് കള്ളമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ശരിയായ ഒരു പേഴ്സണിന് വേണ്ടി ശരിയായ ഒരു ആക്ഷൻ എടുക്കാൻ പോവുകയാണിപ്പോൾ. ഇവിടെ നിങ്ങൾ മാരീഡ് കപ്പിൾസ് ആണെങ്കിലും അൺമാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണെങ്കിലും ഇവിടെ നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നു കാണും. അത് കാരണം നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ബന്ധം വളരെ മോശം അവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയായിരിക്കും ഈ റീഡിങ് കാണുന്നത്. നിങ്ങളുടെ ഹസ്ബൻഡ് ഇപ്പോൾ വേറൊരു ലേഡിയുമായിട്ട് ബന്ധം, നിങ്ങൾക്കപ്പോൾ നിങ്ങളുടെ ബന്ധം നേരെയായി കൊണ്ടുപോകണം എന്നുള്ള ഇതിൽ നിന്നാണ് നിങ്ങൾ ഈ റീഡിങ് കാണുന്നത് എങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ഒട്ടും തന്നെ സന്തോഷമല്ല ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ. എത്രയും പെട്ടെന്ന് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുവാനാണ് ആഗ്രഹിക്കുന്നത്. അൺമാരീഡ് സിറ്റുവേഷനിലാണെങ്കിലും ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം നിങ്ങളെ തമ്മിൽ ഒന്നാക്കാതിരിക്കുന്ന, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, അങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ. ഇവിടെ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഒട്ടും തന്നെ ഹാപ്പി അല്ല ആ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ആ ഒരു കറണ്ട് സിറ്റുവേഷൻ. ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് ഈ ഒരു സമയം എന്ന് നോക്കാം നമുക്ക്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ്. സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കപ്പിളിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു യൂണിയൻ ആർക്കും എതിർക്കാൻ സാധിക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, തിരികെ നിങ്ങളുടെ ലൈഫിൽ വരുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് മെസ്സേജോ കോളോ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ മെസ്സേജും കോളിൻ്റെ ആ ഒരു ഇത് നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള പല ആൾക്കാർക്കും കോളോ മെസ്സേജോ വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വരാത്തവർക്ക് ഇനി വരാൻ പോകുന്ന സമയം വരുന്നതാണ്. നിങ്ങളുടെ പേഴ്സൺ സിറ്റുവേഷൻസിനെ ബാലൻസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം. അപ്പോൾ എൻ്റെ റീഡിംഗ് കാണുന്ന മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണെങ്കിലും അൺമാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണെങ്കിലും എനർജി ഇപ്പോൾ നിങ്ങളുടെ ഫേവറിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൺ എപ്പോഴാണ് തിരികെ നിങ്ങളുടെ ലൈഫിൽ വരിക എന്ന് നോക്കുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ ഒത്തിരി ചാൻസ് ഉണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ, നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ വരുവാൻ. കാരണം ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് അവർ. പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷനിലാണ് അവർ ഇപ്പോൾ ഉള്ളത്. കാർഡുകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ യൂണിയൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പുതിയ തുടക്കം നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ മാരേജ് നടക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ നല്ല ഒരു വൈബ്രേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഏഞ്ചൽസിനോടും യൂണിവേഴ്സിനോടും താങ്ക് യു പറയുക. ഇവർ ഇടപെട്ടാണ് നിങ്ങളുടെ യൂണിയൻ വളരെ പെട്ടെന്ന് തന്നെ നടത്തുവാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അവരോട് ഉറപ്പായിട്ടും നന്ദിയുള്ളവരായിരിക്കണം.
ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആരെങ്കിലും മന്ത്രവാദം ചെയ്തോ ബ്ലാക്ക് മാജിക് ചെയ്തോ നിങ്ങളിൽ നിന്ന് ദൂരെ മാറ്റിയിട്ടുണ്ട് എങ്കിൽ, അതായത് എന്തെങ്കിലും കുടിക്കാൻ കൊടുത്തിട്ടോ ഇല്ല എങ്കിൽ എന്തെങ്കിലും രീതിയിൽ അവർ നിങ്ങളിൽ നിന്ന് അകറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടെ ഇരിക്കുക. ഉറപ്പായിട്ട് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.